ഇവർ രണ്ടുപേരും വേണമെങ്കിൽ ഒരല്പം അകലെ നിന്ന് സാഹിത്യ വിമർശനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പുറകിലുള്ള കൃതികളാണ് രണ്ടുപേരും പൊതുവെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അതിനൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലം കിട്ടും, കുറച്ച് അകലുണ്ട്. ഹെഗലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ, എന്താണ്, മിനർവയുടെ മൂങ്ങ ഇരുട്ടിയാലേ പറക്കുള്ളൂ. ഇവർ രണ്ടുപേരും ഇരുട്ടാൻ കാത്തിക്കുന്നവരാണ്. രാഹുൽ പക്ഷേ അതല്ല. രാഹുൽ ഏറ്റവും പുതിയ നോവലിനെ വിമർശന വിധേയമാക്കുന്നതാണ്. അത് കുറച്ച് ദുഷ്കരവുമാണ്. എനിക്ക് അതിൻ്റെ ഒരു സമീപനം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം മറ്റ് സഹായങ്ങളൊന്നുമില്ല, മറ്റ് പാഠസാധ്യതകളില്ല, മറ്റ് വായനാ സാധ്യതകളില്ല. എങ്ങനെയാണ് ഏറ്റവും പുതിയ കൃതിയെ സാഹിത്യ വിമർശനത്തിന് ഉപയുക്തമാക്കുന്നത്? അതിൻ്റെ ദുഷ്കരം എത്രത്തോളം ദുഷ്കരാണത് എന്നതാണ്. പുതിയ സാഹിത്യകൃതികളെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളിപ്പം ഞാൻ പി.കെ. രാജേഷ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടേ നമ്മളത് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനോ എഴുതുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉള്ളൊരു ഒരു 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 കാര്യം എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഈ 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ബഫർ പീരീഡാണ്. കൃതിയുടെ ഒരു സ്വാധീന ശക്തിയെക്കുറിച്ചിട്ട് നമുക്കൊരു ബോധ്യം കിട്ടുന്നത്. ഇപ്പം റഫീഖ് പറഞ്ഞത് അതിനേക്കാൾ ചെറിയൊരു കാലയളവിൽ നമ്മൾ പെട്ടെന്നൊരു കൃതിയെ ഇപ്പോൾ ഒരു കൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണ്ടത് ഒരു ഇതിനെ ഇപ്പം ഇവർ പറഞ്ഞ സാഹിത്യ സിദ്ധാന്തങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനകത്ത് ഫിക്ഷണാലിറ്റി എന്നൊരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മളതിനെ ആ നോവലിനെ സമീപിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാഥമികവുമായ ഘടകവുമായിട്ട് അതിൻ്റെ ആ പുസ്തകം പകർന്നു തരുന്ന ഒരു ഫിക്ഷണാലിറ്റി എന്താണ്, ഒരു ഫിക്ഷൻ എന്ന ഒരു സാഹിത്യ രൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഫിക്ഷണാലിറ്റി മാറുകയും ആ ഫിക്ഷണാലിറ്റിയുടെ തലങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ആ ഫിക്ഷണാലിറ്റി കഥാപാത്രങ്ങളുടെ പ്രമേയ പരിസരങ്ങളുമായിട്ടും കഥാപാത്രങ്ങളുടെ ഘടനയുമായിട്ടും അതിൻ്റെ ഉള്ളടക്കത്തുമായിട്ടും അതിൻ്റെ ഭാവനയായിട്ടും അതിൻ്റെ ഭാഷയായിട്ടും അതിൻ്റെ സാമൂഹിക പ്രാധാന്യവുമായിട്ടും ഇങ്ങനെ വിവിധ അംശങ്ങളിൽ ആ ഫിക്ഷണാലിറ്റി എങ്ങനെയാണ് ഇഴുകിച്ചേർന്നിരിക്കുന്നതെന്ന് നോക്കിക്കാണുക എന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്ന് നോവൽ വന്നാൽ ഇതൊരു ക്ലാസിക് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ അത് ക്ലാസിക് ആവുമോ ഇല്ലേ എന്നുള്ളൊരു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ക്ലാസിക് ആവുമോ ഇല്ലേ എന്നുള്ളൊരു കാലത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ ക്ലാസിക് ആയിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം വേറെയുമാണ്. അപ്പം നമ്മൾ നമ്മളുടെ ഒരു ഇതുവരെ നമ്മുടെ വായനയുടെ ഒരു തുടർച്ച, നമ്മൾ വായനയുടെ ഒരു ഇപ്പോൾ വായിക്കുന്ന പുസ്തകത്തിന് ആ പുസ്തകം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പുസ്തകം ഒരു ഒറ്റ പുസ്തകമായിട്ട് നിലനിൽക്കാതെ അതിന് ആ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടതായിട്ടുള്ള ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം, വലിയൊരു ട്രഡീഷണൽ ഘടകം, വലിയ ചരിത്രത്തിൻ്റെ ഘടകം, ഇതെല്ലാം നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറെ ചില കാര്യങ്ങളായി ഇപ്പം ഓർമ്മ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ, ഇപ്പോൾ ഓട്ടോ ഫിക്ഷണൽ എലമെൻറ്റ്സ്, ഇപ്പോൾ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ, ഭാവനയും യാഥാർത്ഥ്യവും ചേർന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യവും ഭാവനയും സമാസമം രചിച്ചുകൊണ്ടിരുന്ന ഓട്ടോ ഫിക്ഷൻ പോലത്തെ പുസ്തകങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പം ഓർമ്മയുടെ രാഷ്ട്രീയം, അങ്ങനെ മറ്റു പല കാര്യങ്ങൾ കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊണ്ടുവരേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഓർമ്മ എന്ന് പറയുമ്പം ഓർമ്മയുടെ ഒരു രാഷ്ട്രീയം, ഓർമ്മ പലതരത്തിൽ നമ്മളെ ബാധിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെർലിൻ മതിൽ തകർന്നു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ സ്വത്ത് നിരാസം, അവരുടെ സ്വത്ത് നഷ്ടം, ഇതെല്ലാം ആ കഥാപാത്രങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ സന്നിവേശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ആലോചന ഇപ്പം ഡൽഹി ഗാഥകളിൽ മുകുന്ദൻ ചെയ്യാൻ ശ്രമിച്ചതും ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ, 2 രാജ്യങ്ങൾ പെട്ടു പോകുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഇപ്പം ഒരു കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുന്ന അച്ഛമ്മമാരുടെ വേദനകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് ഫിക്ഷനിൽ കൃത്യമായിട്ട് എഴുചേർന്നിരിക്കുന്നത് നോക്കിക്കണ്ടുകൊണ്ട് വേണം നമ്മൾ പുതിയ പുസ്തകങ്ങളെ സമീപിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഒരു വലിയ വായനക്കാരൻ കൂടിയാണ്. അപ്പോൾ ഒരു സാഹിത്യ വിമർശകൻ വായനക്കാരൻ കൂടി ആവേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്. സാഹിത്യ നിരൂപണം ചെയ്യുന്ന ആൾ വായനക്കാരനാവുന്നത് ഗുണം എന്തെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ പുസ്തകങ്ങളെ കുറിച്ചിട്ടും ഏറ്റവും പുതിയ നോവലുകളെ കുറിച്ചിട്ടും ഒരു
വ്യക്തമായൊരു കാഴ്ചപ്പാട് കിട്ടുകയും പല തരത്തിലുള്ള വായനകൾ നടത്തുന്നതുകൊണ്ട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വായനകൾ ലഭിക്കുന്നതിലൂടെ ലോക സാഹിത്യത്തിൻ്റെ ഒരു എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ദിശാബോധം എങ്ങനെയാണ്, അത് കേരളത്തിൽ മലയാള ഭാഷയിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാള ഭാഷയുടെ സ്ഥിതിഗതികൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു അവബോധം കിട്ടാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഈ പരന്ന വായന കൊണ്ട്.